ഡൽഹിയിൽ മോദി ചെയ്യുന്നതാണ് കേരളത്തിൽ പിണറായി വിജയൻ ചെയ്യുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സെൻട്രൽ ഏജൻസിയുടെ പബ്ലിക് ഡോക്യുമെന്റ് ആണ് നിയമസഭയിൽ വായിച്ചത്. മാത്യു കുഴനാടൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഇതിന് എന്തിനാണ് മുഖ്യമന്ത്രി പൊട്ടിത്തെറിക്കുന്നത് എന്നും സതീശൻ ചോദിച്ചു. കുഴൽനാടൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. കുഴൽനാടൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഞാൻ അവിടെ ആവർത്തിച്ചിട്ടുണ്ട്. അതായത് ഒരു സെൻട്രൽ ഏജൻസി ഒരു കോടതിയിൽ റിമാൻഡ് റിപ്പോർട്ടിന്റെ കൂടെ വച്ച ഒരു രേഖ നമ്മൾ നിയമസഭയിൽ വായിക്കുന്നതിന് എന്താ കുഴപ്പം? അത് ഇറ്റ്സ് എ ഡോക്യുമെന്റ്, ഇറ്റ്സ് എ പബ്ലിക് ഡോക്യുമെന്റ്. അതൊരു രഹസ്യ ഡോക്യുമെന്റ് അല്ല, രാജ്യത്തെ രഹസ്യത്തെ ബാധിക്കുന്ന ഒരു രേഖയല്ല. കോടതിയിൽ അപ്പുറത്തെ ഭാഗത്തിന് നോട്ടീസ് കൊടുത്തുകൊണ്ട് ED റിമാൻഡ് റിപ്പോർട്ടിന് വച്ച ഒരു രേഖ, ആ രേഖയിൽ ശിവശങ്കറും സ്വപ്ന സുരേഷും തമ്മിൽ നടത്തിയ വാട്സാപ്പ് സന്ദേശത്തിന്റെ കാര്യമാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് അവർ എവിഡൻസ് ആണ്, സയന്റിഫിക് എവിഡൻസ് ആണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയും ശിവശങ്കറും കോൺസുലേറ്റ് ജനറലും അതുപോലെ സ്വപ്ന സുരേഷും എല്ലാവരും ചേർന്ന് യോഗം ചേർന്നു എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അതിന് മുഖ്യമന്ത്രി ഇത്ര പൊട്ടിത്തെറിക്കണം എന്തിനാ? ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ഇനിയും നിരവധി കാര്യങ്ങൾ പുറത്തുവരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മുഖ്യമന്ത്രി പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണ്. അനിൽ അക്കരെ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ആരോപണം ഉന്നയിച്ചത് എന്നും സതീശൻ കൂട്ടിച്ചേർത്തു. ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട അനിൽ അക്കരെ പുറത്തുവിട്ട കത്ത് അപവാദ പ്രചരണം സ്വയം കുഴിച്ചുമൂടുന്നത് എന്ന് മന്ത്രി MB രാജേഷ്. സർക്കാർ നിലപാടുകളെ സാധൂകരിക്കുന്നതാണ് കത്ത് എന്നും മന്ത്രി പറഞ്ഞു. ടി ഭവന സമുച്ചയത്തിന്റെ നിർമ്മാണ ചുമതല യുനിറ്റാക് എന്ന ഏജൻസിയെ ഏൽപ്പിച്ചിട്ടുള്ളത് UAE റെഡ് ക്രസന്റ് ആണ്, വ്യക്തമായല്ലോ. ഇതുമായി ലൈഫ് മിഷന് യാതൊരു ബന്ധവുമില്ല. യുനിറ്റാക് എന്ന ഏജൻസിയുമായി ലൈഫ് മിഷൻ യാതൊരുവിധ അഗ്രിമെന്റും വെച്ചിട്ടില്ല. ഇവർക്ക് ഇതിനുള്ള പ്രതിഫലം നൽകുന്നതും റെഡ് ക്രസന്റ് ആണ്. ആർക്ക്? യുനിറ്റാക്കിന്. ഇപ്പോൾ റെഡ് ക്രസന്റ് ആർക്കാ പ്രതിഫലം കൊടുക്കുന്നത്? യുനിറ്റാക്കിനാണ്. സർക്കാരിന് കാശ് കൊടുക്കുന്നില്ല എന്ന് വ്യക്തമായില്ലേ? അപ്പോൾ എവിടെയാണ് വിദേശ സംഭാവന ചട്ടത്തിന്റെ ലംഘനം വരുന്നത്? അവർ തമ്മിലുള്ള കരാറിന്റെ വിവരങ്ങൾ ലൈഫ് മിഷൻ അറിയില്ല. ആര്? യുനിറ്റാക്കും റെഡ് ക്രസന്റും തമ്മിലുള്ള കരാറിന്റെ വിവരങ്ങൾ. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർക്കാരിനോ ലൈഫ് മിഷനോ യാതൊരു സാമ്പത്തിക ബാധ്യതയുമില്ല. വരവുമില്ല, ചെലവുമില്ല എന്നർത്ഥം. സർക്കാരിന് വരവുമില്ല, ചെലവുമില്ല. ഇത് അനിൽ അക്കരയുടെ കത്തിലാണ് പറയുന്നത്. എന്നിട്ട് ഈ കത്ത് എല്ലാവർക്കും കൊടുത്തിട്ട് അദ്ദേഹം പറയാണ് സർക്കാർ വിദേശ സംഭാവന ചട്ടം ലംഘിച്ചു എന്ന്. അത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് എന്ന്. എത്ര പരിഹാസ്യമായിട്ടുള്ള വാദമാണ്. എന്തെങ്കിലും ഒരു കടലാസ് കിട്ടിയാൽ അത് വായിച്ചു നോക്കിയിട്ടെങ്കിലും വേണ്ടേ ആരോപണങ്ങൾ ഉന്നയിക്കാൻ? പക്ഷെ നന്നായി, അനുഗ്രഹമായി അത് മാറി.